നമസ്തേ പ്രിയപ്പെട്ടവരെ, നീറ്റ് 2021 ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായി ബെർലിൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും ഞാൻ ശിവൻ. NTA ആണല്ലോ നീറ്റ് 2021 നടത്തുന്നത്. 2021-22 അക്കാഡമിക് ഇയറിലേക്കുള്ള മെഡിക്കൽ അഡ്മിഷന് വേണ്ടി NTA നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. 2021 നീറ്റ് എക്സാം 2021 ഓഗസ്റ്റ് 1 പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ ഓഫ്ലൈൻ രീതിയിൽ നടത്തുന്നു. അതിൻ്റെ വിശദമായ വിജ്ഞാപനം nta.ac.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 2021 മെഡിക്കൽ ആസ്പിറൻസായ കുട്ടികൾക്ക് 2021-22 അധ്യയന വർഷത്തിൽ MBBSൻ്റെയും BDSൻ്റെയും അല്ലെങ്കിൽ വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലെ ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നതിനും നീറ്റാണല്ലോ എക്സാം എഴുതേണ്ടത്. കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾ കേരളത്തിലെ MBBSൻ്റെയും BDSനും പുറമെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഫോറസ്ട്രി അങ്ങനെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഇവയ്ക്കൊക്കെ നീറ്റ് 2021 അപ്ലൈ ചെയ്യേണ്ടത്. ഈ വർഷത്തെ എക്സാം ഡേറ്റ് 2021 ഓഗസ്റ്റ് 1 ഓഫ്ലൈൻ രീതിയിലായിരിക്കും എക്സാം. നീറ്റിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനും വിശദമായ വിജ്ഞാപനവും അതോടൊപ്പം ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടതും nta.nic.in എന്ന വെബ്സൈറ്റിൽ ഈ ആഴ്ച തന്നെ പബ്ലിഷ് ചെയ്യും. എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് നാം ഉടൻ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെൻസിനെ കുറിച്ചും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും മുമ്പ് ബെർലിൻ്റെ യൂട്യൂബ് ചാനൽ വഴി പല വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഇന്ന് മാർച്ച് 13 ഇനി 141 ദിവസം നീറ്റ് 2021 നടക്കും. പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതേ സിലബസോടുകൂടി 2021 ഈ മെഡിക്കൽ എക്സാമും നടക്കും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് nta.nic.in. ഇതുവരെ ഒഫീഷ്യലായി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സാം ഡേറ്റ് 2021 ഓഗസ്റ്റ് 1. രണ്ടാമത്തെ പ്രധാന കാര്യം ഓഫ്ലൈൻ മെത്തേഡിൽ പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ തന്നെ ആയിരിക്കും 2021 നീറ്റ് എക്സാം നടത്തുന്നത്. മൂന്നാമത്തെ പ്രധാന പോയിന്റ്, സിലബസിന് വ്യത്യാസമില്ല. 2020 പോലെ തന്നെ ഫുൾ സിലബസ് വെച്ച് തന്നെ ആയിരിക്കും 2021 നീറ്റ് എക്സാമും നടക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് nta.nic.in. ഈ വർഷത്തെ 2021 നീറ്റിന് ആർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് നോക്കാം. നമുക്കറിയാം 2021 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ കുട്ടികൾക്കും, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും +2 ഓൾറെഡി പാസ്സായവർക്കും നീറ്റ് 2021 അപ്ലൈ ചെയ്യാം. ജനറലായി അപ്ലൈ ചെയ്യുമ്പോൾ നാം തയ്യാറാക്കി വെക്കേണ്ടത് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. നമ്മൾ നേരത്തെ ബെർലിൻ്റെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മുഖം 80% വലിപ്പമുള്ള, പേരും ഫോട്ടോ എടുത്ത ഡേറ്റും അതിൻ്റെ താഴെ പ്രിൻ്റ് ചെയ്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അപ്ലോഡ് ചെയ്യാനായി JPEG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ 6x4 വലിപ്പമുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഈ 4 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യാനായി നാം തയ്യാറാക്കി വെക്കേണ്ടത്. 2 ഫോട്ടോയിലും കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും പ്രിൻ്റ് ചെയ്യുക. വിവിധ കാറ്റഗറികൾ അനുസരിച്ചാണല്ലോ നീറ്റ് 2021 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അവനവൻ്റെ റിസർവേഷന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് കോളേജുകളിലാണ് ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരികയില്ല. പക്ഷേ താലൂക്ക് ഓഫീസിൽ നിന്നും തഹസീൽദാർ തരുന്ന നിശ്ചിത ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റിന് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് നാം മനസ്സിലാക്കി വെക്കണം. കാറ്റഗറികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. യാതൊരു റിസർവേഷനിലും വരാത്തവർ UR എന്ന കാറ്റഗറിയിൽ വരും, അൺറിസർവ്ഡ്. അവർ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊന്നും കരുതേണ്ടതായിട്ടില്ല. ഫോട്ടോയും സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്താൽ മതിയാകും. എന്നാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടവർ ജനറൽ വിഭാഗത്തിൽ യാതൊരുവിധ സാമൂഹിക സംവരണവും കിട്ടാത്ത, ആനുകൂല്യം 8 ലക്ഷത്തിൽ താഴെയുള്ള, നമ്മൾ താമസിക്കുന്ന വീട്
1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടിരിക്കുന്ന സ്ഥലം പുരയിടം 4.5 സെൻറ്റിൽ താഴെ ഗ്രാമപ്രദേശമാണെങ്കിൽ, പട്ടണമാണെങ്കിൽ 2.5 സെൻറ്റിൽ താഴെയുള്ളവർ, 5.5 ഏക്കറിൽ കൃഷിസ്ഥലം താഴെയുള്ള ഈ 4 കാറ്റഗറികളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് കാറ്റഗറി EWS എന്ന് സെലക്ട് ചെയ്യാം. അവർക്ക് എയിംസിലും ജിപ്മറിലും EWSന് 10% സീറ്റ് സംവരണം കിട്ടും. തഹസീൽദാരിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. അത് കിട്ടാനുള്ള അർഹതയുണ്ടോ, അത് കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എത്രയും പെട്ടെന്ന്. OBC സെൻട്രൽ ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾ, നമ്മളുടെ ജാതി സെൻട്രൽ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ തഹസീൽദാരിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ OBC NCയിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതിയാകും. ശമ്പളത്തിൽ നിന്നും കൃഷിയിൽ നിന്നുമുള്ള വരുമാനം കൂടാതെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇയറിലെ നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് മുകളിൽ ആകരുത്. OBC കാറ്റഗറിയിലുള്ള ഓരോ സമുദായവും 95% കുട്ടികളും NCL കാറ്റഗറിയിൽ വരും. അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി OBC എന്ന് കൊടുക്കുകയും അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണം. OBC NCയിൽ വരാത്ത കുട്ടികൾ കാറ്റഗറികൾ അൺറിസർവ്ഡ് UR എന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ SC ST വിഭാഗത്തിന് ഓൾ ഇന്ത്യ കോട്ടയിലും എയിംസിലും ജിപ്മറിലും ESIയിലും റിസർവേഷൻസ് ഉണ്ട്. അതിനും തഹസീൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. ഇപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്താൽ മതിയാകും. ഓരോ റിസർവേഷനും ആ റിസർവേഷൻ അനുവദിച്ചിരിക്കുന്ന പേഴ്സൻറ്റേജിൻ്റെ 5% പേഴ്സൺസ് വിത്ത് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അവർ ഇപ്പോൾ PWD നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയും അഡ്മിഷൻ സമയത്ത് മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാകുകയും ചെയ്യണം. നമ്മളുടെ ഡിസബിലിറ്റി 40 മുതൽ 80% വരെ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ട സമയമാണ് ഇത്. മറ്റൊരു വിഭാഗം NRI കാൻഡിഡേറ്റ്സ് ആണ്. ഡീംഡ് കോളേജുകളിൽ NRI സീറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ വേണമെങ്കിൽ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം. അല്ല എങ്കിൽ അഡ്മിഷൻ സമയത്തും നമ്മളുടെ സ്റ്റാറ്റസ് URൽ നിന്നും NRIയിലോട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്താലും 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്കോ എയിംസിലെ ജിപ്മറിലെ സീറ്റുകൾക്കോ ഡീംഡ് കോളേജുകളിലെ സാധാരണ ഫീസ് നിരക്കിലുള്ള സീറ്റുകൾക്കോ അർഹത നഷ്ടപ്പെടുകയില്ല. NEET 2021 അപ്ലൈ ചെയ്യുമ്പോൾ നാഷണൽ ലെവൽ നമുക്ക് കിട്ടുന്നത് അറിയാം. ഇന്ത്യയിലെ 240 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ ഏതെങ്കിലും ഒരു സീറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ NEET 2021 അപ്ലൈ ചെയ്യണം. എയിംസിലോ ജിപ്മറിലോ നിങ്ങൾക്ക് സീറ്റ് വേണമെങ്കിൽ NEET 2021 അപ്ലൈ ചെയ്യണം. AFMC MBBSന് 145 സീറ്റിലോട്ടും NEET 2021 തന്നെയാണ് ടെസ്റ്റ്. അതുപോലെ തന്നെ ESI IP വാർഡുകൾക്ക് മക്കൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റ്, 43 ഡീംഡ് കോളേജുകളിലെ MBBS സീറ്റുകൾ, BDS സീറ്റുകൾ, ഇവയെല്ലാം NEET 2021 പരിധിയിൽ വരും. ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റുകളിലുള്ള സ്റ്റേറ്റ് കോട്ട വഴി ഒരു MBBS അഡ്മിഷൻ ആണെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് NEET തന്നെയാണ്. അതിനു പുറമെ കേരളത്തിലെ MBBS BDS കൂടാതെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഫോറസ്ട്രി എന്നീ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എഴുതേണ്ട പരീക്ഷ NEET 2021 ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഈ മാർച്ച് 2ാമത്തെ ആഴ്ച തന്നെ ആരംഭിക്കും. എക്സാം 2021 ഓഗസ്റ്റ് 1-ാം തീയതി. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റായ nta.neet.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് ബെർലിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾ റെഗുലറായിട്ട് യൂട്യൂബ് ചാനൽ സന്ദർശിക്കേണ്ടതുമാണ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്മിഷൻ സെല്ലുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നത് പോലെ തന്നെ അതീവ ശ്രദ്ധയോടെ തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. സമാധാനത്തോടെ നിങ്ങൾക്ക് NEET 2021 സമീപിക്കുവാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തെറ്റുകൂടാതെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഇരിക്കണം. യാതൊരു കാരണവശാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സമ്മതിക്കരുത്. എക്സാമിന് ചെല്ലുമ്പോഴും ഹോൾ ടിക്കറ്റിനൊപ്പം പരീക്ഷാ ഹാളിൽ ഒരു വാലിഡ് ID പ്രൂഫും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ അഡ്മിഷൻ സമയത്തും വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. നിങ്ങൾക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റഡ് ആണെങ്കിൽ, പുതിയ ഫോട്ടോ ആണെങ്കിൽ ആധാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, ലൈസൻസ്, ഇതുപോലെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഏത് വാലിഡ് ID പ്രൂഫും ഉപയോഗിക്കാം. ആധാർ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രം വഴി അപ്ഡേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്നും ഈ ആധാറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. nta.neet.nic.in
ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.